നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഡൽഹി മദ്യനയ അഴിമതി കേസിലെ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജിയിന്മേലുള്ള വിധി അല്പസമയത്തിനകം തന്നെ വരും. 3.25 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കോടതി വിധിക്കായി കാത്തിരിക്കുകയാണ് ഏവരും. 10 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് ED അപേക്ഷിച്ചിരിക്കുന്നത്. മദ്യനയ അഴിമതിയിലെ മുഖ്യ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാൾ എന്നാണ് ED കോടതിയിൽ വ്യക്തമാക്കിയത്. അതിന് സാധൂകരിക്കത്തക്കവണ്ണമുള്ള തെളിവുകളും ED ഹാജരാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ വിഷയമാണ് ജനം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നവർ മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് K. രാംകുമാർ, ഇടത് നിരീക്ഷകൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കോൺഗ്രസ് പ്രതിനിധിയായി അഡ്വക്കേറ്റ് സേനാപതി വേണു, BJP പ്രതിനിധിയായി TP ജയചന്ദ്രൻ മാസ്റ്റർ എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം അഡ്വക്കേറ്റ് രാംകുമാറിലേക്ക് പോവുകയാണ്. 10 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് ED ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതിലൊരു അന്തിമ തീർപ്പുണ്ടാകുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. അല്പം വിധി വരാൻ താമസം എടുക്കുന്നുണ്ട്. എന്തായാലും വിധി എങ്ങനെയായിരുന്നാലും കസ്റ്റഡി കാലാവധി 10 ദിവസമാണോ അതല്ല ജാമ്യം ലഭിക്കുകയാണോ, എന്തായാലും കൃത്യമായ തെളിവുകൾ ED കോടതിക്ക് മുൻപാകെ ഹാജരാക്കി കഴിഞ്ഞു. സാധൂകരിക്കത്തക്കവണ്ണമുള്ള മൊഴികളുമുണ്ട് മദ്യനയ കേസിലുള്ള കെജ്രിവാളിന്റെ പങ്കിനെക്കുറിച്ച്. ഇനി നിയമവശമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതൊക്കെ രീതിയിലുള്ള നിയമവശങ്ങളാണ് ഇനി അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നത്? ശ്രീരാംകുമാർ. ഇതിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ജാമ്യം കിട്ടുമോ, കസ്റ്റഡിയിൽ വിടുമോ എന്നുള്ളത് തികച്ചും അപ്രസക്തമാണ്. കാരണം ED നിരത്തിയ വസ്തുതകളിൽ പകുതിയെങ്കിലും സത്യത്തിൻ്റെ അംശമുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അഴിമതിയുടെ ഘോരമായ ഒരു മുഖമാണ് രാജ്യത്തെ ജനങ്ങൾ കാണുന്നത്. അതും അതിലെ വിധി വൈപര്യത്തെ നോക്കണം. അന്നാ ഹസാരെ എന്ന പ്രമുഖ അഴിമതി വിരുദ്ധ പ്രവർത്തകൻ, ആചാര്യനെ പോലൊരു മനുഷ്യൻ, അദ്ദേഹം ലോക്പാൽ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞ് ഡൽഹിയിൽ പ്രക്ഷോഭം നടത്തി. അതിൻ്റെ സന്തതിയായി പിറന്നതാണ് ഈ ആം ആദ്മി പാർട്ടി. അവരുടെ മുഖ്യ ലക്ഷ്യം അഴിമതിയായിരുന്നു. അഴിമതിയെ തുടച്ചു മാറ്റാനുള്ള ചൂലാണ് അവരുടെ തിരഞ്ഞെടുപ്പിച്ചത്. ചുരുക്കത്തിൽ അന്നാ ഹസാരയുടെ സന്തതിയായ ആം ആദ്മി പാർട്ടി ഇന്ന് അദ്ദേഹം തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു. അന്നാ ഹസാരെ പറഞ്ഞു, അരവിന്ദ് കെജ്രിവാൾ ഇന്ന് അനുഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദുഷ്പ്രവൃത്തികൾ മൂലമാണ്. ഞാൻ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് കൊടുത്തതാണ് ഇങ്ങനെ വരരുത് എന്ന്. വളരെ നിർഭാഗ്യകരമായിട്ട് അഴിമതിക്കെതിരായി രൂപീകരിച്ചൊരു രാഷ്ട്രീയ പാർട്ടി അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ്. ഡൽഹിയിൽ മാത്രമല്ല, ഇന്ന് കോൺഗ്രസ് MP ആയ ബിട്ടു പറഞ്ഞത് പഞ്ചാബിനെ കൊള്ളയടിക്കുകയാണ്. മറ്റ് പല കോൺഗ്രസ് നേതാക്കന്മാരും ഡൽഹിയിലെ കോൺഗ്രസ് അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പഞ്ചാബിലെ കോൺഗ്രസ്സുകാർ തുറന്ന് പറഞ്ഞു അവിടെ നടക്കുന്ന അഴിമതി ഭീകരമാണ്. ഇന്ന് വരെ പഞ്ചാബ് കാണാത്ത അഴിമതിയാണ് നടക്കുന്നത്. ചുരുക്കത്തിൽ എന്തിനു വേണ്ടി ആം ആദ്മി പാർട്ടി രൂപീകരിച്ചോ, ഏത് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നു, ഏത് ലക്ഷ്യത്തിൻ്റെ മുകൾ ഞങ്ങൾ ജനങ്ങളെ സേവിച്ചോളാം എന്ന് പറഞ്ഞു, അതിന് ഘടകവിരുദ്ധമായി മറ്റെല്ലാ രാഷ്ട്രീയ കക്ഷികളെന്നും ഭിന്നതല്ല തങ്ങളെന്നും അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് കേജ്രിവാൾ. ഇവിടെ EDയുടെ ചാർജ് എന്താണ്? 100 കോടിയിലധികം രൂപ ഒരു മദ്യ നിർമ്മാണ കമ്പനിയിൽ നിന്ന് വാങ്ങി അവർക്ക് 12% ലാഭം ഉണ്ടാക്കാവുന്ന രീതിയിൽ നയം മാറ്റി, പുതിയ നയമുണ്ടാക്കി ആ പണം ഗോവയിലേക്കും പഞ്ചാബിലേക്കും തിരഞ്ഞെടുപ്പിന് വേണ്ടി ഹവാല മാർഗം വഴി അയച്ചു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം 2022 ഇത് ഡൽഹി കണ്ട ഏറ്റവും വലിയ അഴിമതിയാണെന്നും അതിനെതിരായി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾ അന്വേഷിക്കണമെന്നും തട്ടിപ്പാണ് കേജ്രിവാളിൻ്റെ മുഖമുദ്രയെന്നും പറഞ്ഞ് ഡൽഹി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തത് സാക്ഷാൽ സോണിയാഗാന്ധിയുടെ കോൺഗ്രസ്സാണ്. അത് വെച്ചുകൊണ്ട് അതിനു മുമ്പ് ഷീലാ ദീക്ഷത്തിനെ
പരസ്യമായി വ്യക്തിഹത്യ നടത്തി സോണിയാഗാന്ധി വരെ ആക്രമിച്ചിട്ടാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നത്. അപ്പോൾ 22-ലെ നിലപാട്, ഒരേ വിഷയത്തിലെ നിലപാട് ഇന്ന് ഡൽഹിയിലെ കോൺഗ്രസ്സുകാർ മാറ്റി, പക്ഷെ പഞ്ചാബിലെ കോൺഗ്രസ്സുകാർ മാറ്റി. ഇതിൽ പരം പരിഹാസ്യമായൊരു നിലപാട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയൂ? പിന്നെ പോട്ടെ, ഞാൻ അതിൻ്റെ രാഷ്ട്രീയ വശത്തിലേക്ക് കടന്നില്ല. ഇവിടെ ചർച്ച ചെയ്യാൻ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. കേജ്രിവാളിനെതിരായ പ്രധാന കുറ്റം മണി ലോണ്ടറിങ് ആക്ടിലെ സെക്ഷൻ 3 ലംഘിച്ചു എന്നാണ്. സെക്ഷൻ 3 അനുസരിച്ച് നേരിട്ട് പണം കൈപ്പറ്റണമെന്നോ പണം കൈകാര്യം ചെയ്യണമെന്നോ ഇല്ല. അഴിമതി പണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റ വഴി നേടിയ പണം ശേഖരിക്കാനോ സൂക്ഷിക്കാനോ പ്രത്യക്ഷമായോ പരോക്ഷമായോ സഹായം ചെയ്തു കൊടുത്താലും ഈ നിയമത്തിലെ 3-ാം വകുപ്പ് പ്രകാരം ശിക്ഷാർഹമാണ്. പിന്നെ 19-ാം വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് എന്തിനാ? കുറ്റം ചെയ്തു എന്ന് ബോധ്യമുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. അതിന് വ്യക്തമായ കാരണങ്ങൾ ED നിരത്തി കഴിഞ്ഞു. കാരണം തെലങ്കാനയിലെ കവിത എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ മകളും രാഷ്ട്രീയ പ്രവർത്തകയും കേജ്രിവാളും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ തെളിവ് EDക്ക് കിട്ടിയിട്ടുണ്ട്. കേജ്രിവാളിൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് പല സന്ദേശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പോയതായി തെളിവ് കിട്ടിയിട്ടുണ്ട്. ഈ തെളിവുകൾ സാധാരണ നിലയിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ എന്ന നിയമത്തിൻ്റെ വാക്കുകളുടെ നിർവചനത്തിൽപ്പെടാൻ ധാരാളം മതി. അദ്ദേഹം മുഖ്യമന്ത്രിയാണ് എന്ന പരിഗണന വെച്ച് കോടതി ഒരു പക്ഷേ ജാമ്യം കൊടുക്കാതിരിക്കാനാണ് സാധ്യത കൂടുതലെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. പക്ഷേ ജാമ്യം കൊടുത്താലും ഇല്ലെങ്കിലും വളരെ സങ്കീർണമായ, വളരെ ഗൗരവതരമായ ഒരു കുറ്റം രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരെ ED കൊണ്ടുവന്നു എന്നുള്ളത് വളരെ സൂചനാർഹമാണ്, വളരെ ദുഃഖകരമാണ്. കാരണം ശ്രീരാംകുമാർ സർ, ഒരു കാര്യം കൂടി അതോടൊപ്പം ചോദിക്കുകയാണ്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം തുടരും എന്നാണ് ആം ആദ്മി പ്രവർത്തകർ പ്രതിരോധം സൃഷ്ടിക്കുന്നത്. ജയിലിൽ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം ഭരണം നിർവഹിക്കും, ഇനി ജാമ്യം കിട്ടിയില്ലെങ്കിൽ എന്നുള്ള ഭാഷ്യമൊക്കെ വരുന്നുണ്ട്. അത് നിയമപരമായി സാധിക്കുന്ന ഒന്നാണോ അത്തരം വാദങ്ങളൊക്കെ? ഒരിക്കലും അത് സാധ്യമല്ല. കാരണം ജയിലിലിരുന്നു കൊണ്ടൊരു മുഖ്യമന്ത്രി ഭരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മുഖത്ത് കരിവാരി തേക്കുന്നതിന് തുല്യമാണ്. കാരണം ഒരു അഴിമതി കുറ്റത്തിന്, രാഷ്ട്രീയ പ്രവർത്തന അഴിമതി കുറ്റത്തിന് ചാർത്തപ്പെട്ടാൽ തന്നെ അയോഗ്യതയായി കാണുന്ന നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തിൽ അഴിമതിക്ക് വേണ്ടി ചാർജ് ചെയ്ത് ജയിലറയ്ക്കുള്ളിൽ കഴിയേണ്ട ഒരു മുഖ്യമന്ത്രി രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ കഴുത്തിൽ കത്തിവെക്കലാണ്. അതിനെക്കുറിച്ച് വാതോരാതെ പറയുന്ന പാർട്ടികൾ ഞങ്ങൾ ജയിലിൽ നിന്ന് ഭരിക്കും എന്ന് പറയുന്നത് വാസ്തവത്തിൽ അവരുടെ നിസ്സഹായാവസ്ഥയും ബാലിശമായ കാഴ്ചപ്പാടുമാണ് വ്യക്തം. ഒരിക്കലും ഒരാൾക്ക് ജയിലിലിരുന്നുകൊണ്ട് മുഖ്യമന്ത്രിയാവും. കാരണം നിയമസഭ കൂടേണ്ടി വന്നാൽ അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗം കൂടേണ്ടി വന്നാൽ മുഖ്യമന്ത്രിയാണ് അധ്യക്ഷത വഹിക്കേണ്ടത്. അദ്ദേഹം മന്ത്രിസഭാ അംഗങ്ങളെ ജയിലിലേക്ക് വിളിക്കുമോ? അപ്രായോഗികമായൊരു നിർദ്ദേശമാണ്. നിരാശ കൊണ്ടും വിദ്വേഷം കൊണ്ടും ആശയ സംഘർഷം കൊണ്ടും അത്തരം ജൽപ്പനങ്ങൾ നടത്തണം. അത് ഗൗരവമായി കണക്കാക്കേണ്ട കാര്യമില്ല. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, എന്തായാലും അല്പസമയത്തിനകം തന്നെ ജാമ്യ ഹർജിയിന്മേലുള്ള വിധി വരും. പക്ഷേ അതിനു മുൻപ് നമുക്ക് പരിശോധിക്കേണ്ടത് രാഷ്ട്രീയമായ ചില വശങ്ങൾ കൂടിയാണ്. ഇവിടെ EDയെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു എന്നാണല്ലോ പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. അതിനുതകുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അവർ നടത്തുകയുമുണ്ടായി. ആദ്യമായിട്ടായിരിക്കും തൽസ്ഥാനത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അഴിമതി ആരോപണത്തിൽ ഇത്തരത്തിൽ EDയുടെ കസ്റ്റഡിയിലാകുന്നത്. അതുമാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ നിർണായക ഘടകമാണ്, നേതാവാണ്, 2 സംസ്ഥാനങ്ങളുടെ ഭരണം കൈയാളുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാർ ബലിയാടാക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിനെ എന്നുള്ള വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത്. പക്ഷേ
കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾക്ക് ആ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല. CPM-ഉം കോൺഗ്രസും രണ്ട് നയം പിന്തുടരുന്ന ഒരു സാഹചര്യമുണ്ടായി. കോൺഗ്രസ് ഇതേ നയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മേൽ വരുന്നില്ല, അത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് എന്നുള്ള ഒരു ആരോപണവും നടത്തുകയുണ്ടായി. ഒരു പാർട്ടിക്കെതിരായി ഡൽഹിയിൽ പ്രതിഷേധ സ്വരം ഒരുമിച്ച് നടത്തുന്നു, പക്ഷേ കേരളത്തിൽ വിഭിന്ന സ്വരങ്ങൾ ഉണ്ടാകുന്നു. ഇന്ത്യ മുന്നണി ഇതിൽ നിന്ന് ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? കേരളത്തിൽ ഈ പ്രതിപക്ഷ മുന്നണിയും CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും യോജിച്ച് പോവില്ല. അത് സമരരംഗത്തായാലും മറ്റേത് രംഗത്തായാലും യോജിച്ച് പോകാൻ കഴിയില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. അതിൻ്റെ കാരണവും നമുക്കറിയാം. തിരഞ്ഞെടുപ്പിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന രണ്ട് മുന്നണികളാണ്. തിരഞ്ഞെടുപ്പിന് ശേഷം ഡൽഹിയിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് അത് മറ്റൊരു കാര്യം. തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഈ രണ്ട് മുന്നണികൾക്കും പരസ്പര ധാരണയോടെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി, അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി അഴിമതി കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായിരിക്കുന്നു. അതിന് ഇനിയുള്ള അവസ്ഥ എന്ത് എന്ന് ഏതാനും നിമിഷങ്ങൾക്കകം നമുക്കറിയാൻ കഴിയും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട്. നമുക്ക് അഴിമതിയെ ഞാൻ ന്യായീകരിക്കുന്നില്ല. അഴിമതിയെ ന്യായീകരിക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ വക്കാലത്തെടുക്കുന്നതിനുള്ള ബാധ്യതയും എനിക്കില്ല. ഇവിടെ അരവിന്ദ് കെജ്രിവാൾ അഴിമതി കാണിക്കുന്നു. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ആധാരമായ സംഭവം അത് ആരാണ് പരസ്യമാക്കിയത്? ആരാണ് അത് പരാതിയായി നൽകിയത്? അത് ഇന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സഹപ്രവർത്തകർ, സഹകാരികൾ ആയ കോൺഗ്രസ് തന്നെയാണ്. ആ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ കേരളത്തിൽ പലതൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ അതിനേക്കാൾ ഗൗരവമുള്ള വിഷയമല്ലേ അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച അന്വേഷണം ഇപ്പോൾ കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് എന്താ പറയാനുള്ളത്? കോൺഗ്രസ്സുകാർ അപ്പോൾ അറസ്റ്റിനെതിരെ പ്രതിഷേധിക്കുകയാണ്, പ്രതികരിക്കുകയാണ്. അതൊക്കെ അവരുടെ ഒരു തരത്തിലുള്ള നിസ്സഹായ അവസ്ഥയാണത്. ഏതായാലും കെജ്രിവാളിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്നൊന്നും ഞാൻ പറയില്ല. എന്നാൽ അങ്ങനെ പറയാൻ കഴിയാത്ത രീതിയിൽ ED അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനോട് ഒരു സഹാനുഭൂതി കോടതിക്ക് പോലും തോന്നുന്നില്ലല്ലോ. അയാൾക്ക് 9 പ്രാവശ്യം സമൻസ് കിട്ടിയതാണ്. ആ സമൻസിനെ ഞാൻ വകവയ്ക്കില്ല, സമൻസിനെ അനുസരിക്കില്ല, സമൻസ് അനുസരിച്ച് പ്രവർത്തിക്കില്ല, ഹാജരാവില്ല എന്നൊക്കെ ശാഠ്യം പിടിച്ചാൽ അതൊരു ഒരു മുഖ്യമന്ത്രിക്ക് ഒരു ഡൽഹി സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി മാത്രമല്ല, മറ്റൊരു സംസ്ഥാനത്ത് കൂടി ഭരണമുള്ള പാർട്ടിയുടെ കൺവീനറാണ്, ജനറൽ കൺവീനറാണ്. അങ്ങനെയുള്ള ആൾക്ക് ഭൂഷണമാണോ? അപ്പോൾ നിയമവുമായി, നിയമവ്യവസ്ഥയുമായി, അന്വേഷണവുമായി സഹകരിക്കില്ല എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരാളെ നിയമം സഹായിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അതിനർത്ഥം ഇന്നലെ നടന്ന അറസ്റ്റ്, രാത്രിയിലെ അറസ്റ്റ്, അത് ഞാൻ ന്യായീകരിക്കുന്നു എന്നല്ല. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അവസ്ഥയിലാണ് രാഷ്ട്രം. നോട്ടിഫിക്കേഷൻ വന്നു, തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മുന്നണിയുടെ ഘടകകക്ഷി നേതാവിനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തക്കതായ ഒരു അടിയന്തരമായ ഒരു അവസ്ഥ ഉണ്ടാവണം. അങ്ങനെ അവസ്ഥയിലല്ലോ. ഏതായാലും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം, അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം ഈ അറസ്റ്റോ മറ്റു കാര്യങ്ങളോ നടന്നാലും വലിയ അപകടമൊന്നും സംഭവിക്കാനില്ലായിരുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? പാകിസ്ഥാനിൽ സംഭവിക്കുന്നതിൻ്റെ ഒരു മാതൃക, അതേ രീതിയിലുള്ള സംഭവങ്ങളുടെ ആവിഷ്കാരം ഇന്ത്യയിൽ വന്നിരിക്കുകയാണ്. പാകിസ്ഥാനിൽ തിരഞ്ഞെടുപ്പ് ശരിയായി നടന്നിരുന്നുവെങ്കിൽ അധികാരത്തിൽ വരേണ്ടിയിരുന്നത് ഇമ്രാൻഖാനായിരുന്നു. പക്ഷെ അദ്ദേഹം ജയിലിലായിപ്പോയി. ഇന്ത്യയിലും ഏതാണ്ട് സമാനമായ അവസ്ഥയിൽ പ്രതിപക്ഷ നേതാക്കളെ ഇനിയും ഇത് ആവർത്തിക്കുമോ, പിന്നെ ഇനിയും കൂടുതൽ പേർ ജയിലിലേക്ക് പോകുമോ എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും പ്രമുഖനായ ഒരു പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്ത് ആക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന് സംഭവിക്കുന്ന, നമ്മുടെ ജനാധിപത്യത്തിന് സംഭവിക്കുന്ന ഒരു ഇമേജിന് സംഭവിക്കുന്ന ഒരു ദോഷമുണ്ട്, അപകടമുണ്ട്. അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം കൂടി ഞാൻ ശക്തമായി മുന്നോട്ട് വയ്ക്കുകയാണ്. അഴിമതിയിൽ കുടുങ്ങി ആം ആദ്മി പാർട്ടി ചർച്ച തുടരുന്നു. ശ്രീ സേനാപതി വേണു,
ഇവിടെ കോൺഗ്രസിന്റെ നയവും ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം അഴിമതിക്കെതിരെ ആദ്യം പ്രതിഷേധ സ്വരം ഉന്നയിച്ചെങ്കിലും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ വീണ്ടും ഇന്ത്യ മുന്നണിയുടെ ഘടകമായി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. കോൺഗ്രസിന്റെ നയം ഡൽഹിയിൽ എങ്ങനെ, കേരളത്തിൽ എങ്ങനെ എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി, ഇവിടെ ഇഡി മുഖ്യമന്ത്രി പിണറായി വിജയനെ തൊടുന്നതേയില്ല, അതിന് കാരണം എന്താണ് എന്നുള്ളത് അറിയാമെന്ന്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിലോട്ട് ഇത്തരം നടപടികൾ കടക്കുകയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും ഒരു ചോദ്യമാണ്. എന്തായാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? വളരെ പരിണിതപ്രജ്ഞരായ രണ്ട് നിയമജ്ഞർ, ഒന്ന് രാംകുമാർ സാറ്, അതുപോലെ തന്നെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അവരുടെ അഭിപ്രായം ഈ കാര്യത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഞാൻ ആമുഖമായി തന്നെ രാംകുമാർ സാറിനോടൊരു ഒരു എന്താ പറയുക, എൻ്റെ ഒരു വിയോജിപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് സോണിയാഗാന്ധിയെ സോണിയ ഗണ്ഡി എന്ന് മുമ്പും ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞതാണ്. അന്ന് ഞാൻ പറഞ്ഞു, ഇനി അങ്ങനെ ഒരു ആക്ഷേപം കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷരെ കുറിച്ച് അങ്ങ് ഉയർത്തിയാൽ അങ്ങുമായി ഒരു ചർച്ചയിൽ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ഇറങ്ങിപ്പോകും എന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം എന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് സോണിയാഗാന്ധിയെ സോണിയ ഗണ്ഡി എന്ന് അങ്ങ് അധിക്ഷേപ സ്വരത്തിൽ പറയുമ്പോൾ ആ ചർച്ചയിൽ ഞാൻ തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നേതാവിനോട് കാണിക്കുന്നതും എൻ്റെ പാർട്ടിയോട് കാണിക്കുന്നതുമായ ഒരു എന്താ പറഞ്ഞേ അവരോട് കാണിക്കുന്ന ഒരു ബഹുമാനക്കുറവ് എന്നുള്ളതാണ്. ഞാൻ രാംകുമാർ സാറിനോട് ചോദിക്കുന്നു, അങ്ങയുടെ പേര് രാംകുമാർ എന്നാണ്. എനിക്ക് അങ്ങ് രാംകുമാർ എന്നുള്ള പേര് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ഹനുമാൻ കുമാറിനെ അങ്ങേ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ക്ഷണിക്കാൻ പറ്റൂ. എൻ്റെ നേതാവിന്റെ പേര് സോണിയാഗാന്ധി എന്നാണ്. ആ സോണിയാഗാന്ധി എന്നുള്ള പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്കത് വിളിക്കാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട. നിങ്ങൾ അവരെ എന്താ പറഞ്ഞ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനോ അല്ലെങ്കിൽ മുൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവെന്നോ നിങ്ങൾ സോണിയാഗാന്ധിയെ പോലൊരു നേതാവിനെ സോണിയ ഗണ്ഡി എന്ന് വിളിക്കുമ്പോൾ രോഹിണിയെ പോലൊരാള് ഒരു ആങ്കറായിരുന്നു കൊണ്ടൊരു ചർച്ച നയിക്കുമ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഖേദകരം. ഞാൻ ഇന്ന് ചർച്ച ബഹിഷ്കരിക്കാത്തത് എന്തെന്ന് ചോദിച്ചാൽ അത് പ്രതിപക്ഷ ബഹുമാനമുണ്ട്. അങ്ങനെ ഒരു ശ്രീ സേനാപതി വേണു, ഞാൻ ഒന്ന് ഇടപെട്ട് പറഞ്ഞുകൊള്ളട്ടെ. എനിക്ക് തോന്നുന്നു ശ്രീ രാംകുമാർ സാറിന്റെ അഭിപ്രായം കൂടി ഇക്കാര്യത്തിൽ കേൾക്കേണ്ടതുണ്ട്. ഫിറോസ് ഖണ്ഡി എന്നുള്ളതിൽ നിന്ന് രാജീവ് ഖണ്ഡിയാണ് സ്വാഭാവികമായും ആകേണ്ടത്. അതുകൊണ്ടാണ് സോണിയ ഖണ്ഡി. സാധാരണ ചില പേരുകൾ പ്രൊനൗൺസിയേഷനിൽ വരുന്ന ഒരു വ്യത്യാസം. രോഹിണിയെ പോലൊരു അവതാരിക, ഞാൻ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, രോഹിണിയെ പോലൊരു അവതാരിക, അതിനെ ഒന്നും ന്യായീകരിക്കരുത്. നമ്മളിപ്പോ രാജീവ് ഗാന്ധിയുടെ അല്ലെങ്കിൽ പിതാവിന്റെ പേരോ ഇല്ലെങ്കിൽ അതൊന്നും അല്ലല്ലോ. സോണിയാഗാന്ധിയെ സോണിയാഗാന്ധി എന്ന് തന്നെയാണ് അവരുടെ പേര് പാർലമെന്റ് രേഖകളിലെല്ലാം ഉള്ളത്. ഇനിയിപ്പോ രാംകുമാർ സാറിന് അത് വിളിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എങ്കിൽ അദ്ദേഹം വിളിക്കണ്ട തന്നെ. അതല്ലാതെ അവരെയൊക്കെ അപമാനിച്ചതിന് ശേഷം ഞങ്ങളൊക്കെ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് അത് ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരും ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമാണ്. ഞാൻ മുമ്പൊരു ചർച്ചയിലും പറഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഈ ചർച്ച ബഹിഷ്കരിക്കുന്നില്ല. ഇനി അദ്ദേഹം ഈ ചർച്ചയിൽ ആ പദം പറഞ്ഞാൽ ഞാൻ ഖേദപൂർവ്വം പറയട്ടെ, ഞാൻ ആ ചർച്ചയിൽ നിന്ന് ഇറങ്ങി പോവുകയുള്ളൂ. അല്ലാതെ എന്റെ നേതാവിനെ സോണിയ ഗണ്ഡി എന്ന് വിളിച്ചതിന് ശേഷം ഇരിക്കുന്ന ഒരു ചർച്ചയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അത് എന്റെ വ്യക്തിപരമായ കാര്യം. നമുക്ക് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അങ്ങ് ചോദിച്ചൊരു കാര്യത്തിന്റെ അകത്ത് ഇപ്പോ കേരളത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ്, കേരളത്തിലും ഡൽഹിയിലും കോൺഗ്രസിന്റെ രണ്ട് നിലപാടുകൾ, ഞങ്ങൾക്ക് ഒരു നിലപാട് വ്യത്യാസവും ഇല്ല. അഴിമതി ആര് നടത്തിയാലും അഴിമതിയുടെ കാര്യത്തിൽ ഇവിടെ സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞതുപോലെ അത് നടപടി സ്വീകരിക്കണം. ആ കാര്യത്തിൽ ആർക്കാ തർക്കമുള്ളത്? പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ രാജ്യത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 16-ാം തീയതി പ്രഖ്യാപിച്ചു. ആ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ഒരു ദേശീയ പാർട്ടിയുടെ നയിക്കുന്ന ഒരാളാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ദേശീയ പാർട്ടികളുടെ ഗണത്തിലേക്ക് ആം ആദ്മി പാർട്ടി വന്നിരിക്കുന്നു. ആ പാർട്ടിയെ നയിക്കുന്ന ഒരാളാണ്. ഇനി അദ്ദേഹത്തിനെതിരെ നിങ്ങൾ എന്താ പറഞ്ഞേ ആരോപണങ്ങൾ ഉന്നയിക്കുക, അതല്ലെങ്കിൽ ചാർജ് ഷീറ്റ് കൊടുക്കുക, ഇതൊക്കെ നിയമപരമായിട്ട് നടക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക്, അതാണല്ലോ ഒരു ജനാധിപത്യ രാജ്യം. നമ്മളിപ്പോൾ റഷ്യയിൽ പുടിന്റെ തെരഞ്ഞെടുപ്പ് നടന്നു. 82.6% വോട്ട് പുടിന് കിട്ടി. കാരണം പുടിൻ മാത്രമേ സ്ഥാനാർത്ഥിയായിട്ടുള്ളൂ. പുടിന്റെ പേരെ ബാലറ്റ് പേപ്പറിലുള്ളൂ. പുടിന് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് പുടിൻ 82% വോട്ട് കിട്ടുന്നു. അതല്ലല്ലോ ഇവിടെ ഒരു ജനാധിപത്യ പ്രക്രിയ അത് ആരംഭിച്ചു. 16-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഒരു ദേശീയ പാർട്ടി അദ്ദേഹം 3 വട്ടം ജനങ്ങൾ തെരഞ്ഞെടുത്തു എന്നുള്ളത് അഴിമതി നടത്താനുള്ള മാൻഡേറ്റ് ഒന്നുമല്ല. ആ കാര്യത്തിലൊന്നും തർക്കമില്ല. 2022 മുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് 16-ാം തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ന് 16/6/22 6 ദിവസം കഴിയുമ്പോൾ അടുത്ത മാസം 20-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ 1ാം ഫേസ് നടക്കുമ്പോൾ ഇത്രയും പ്രമുഖനായ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തെ ജയിലിലടക്കാനായിട്ടുള്ള ഒരു നീക്കം എന്നൊക്കെ പറയുന്നത് അത് രോഹിണി, അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല, നമ്മുടെ നിയമവാഴ്ചയ്ക്കൊന്നും ഭൂഷണമല്ല. പക്ഷേ 2023 ഒക്ടോബറിൽ ആദ്യ സമൻസ് അയച്ചു. തുടർന്ന് 9 സമൻസുകളാണ് അയച്ചത്. അദ്ദേഹത്തിന് അതിന്
അതിന് മുന്നിൽ വരാമായിരുന്നല്ലോ. കോടതിക്ക് മുന്നിൽ വന്ന് ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ തന്നെ അതിനുള്ള വിശദീകരണം നൽകാമായിരുന്നല്ലോ. എന്ത് സുതാര്യമായിരുന്നല്ലേ കാര്യങ്ങളെങ്കിൽ. അത് ഡൽഹി ഹൈക്കോടതി ചോദിക്കുകയും ഉണ്ടായി, എന്തിന് സമൻസുകളോട് മുഖം തിരിക്കുന്നുവെന്ന്. അല്ല, ഞാൻ ചോദിച്ചു കൊള്ളട്ടെ. സാധാരണഗതിയിൽ ഇപ്പൊ ഞാൻ മജിസ്ട്രേറ്റ് കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകൻ. മജിസ്ട്രേറ്റ് കോടതിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം സമൻസ് അയക്കും, അല്ലെങ്കിൽ 2 പരമാവധി, കിട്ടിയില്ല അത് വന്ന് പിന്നെ വാറണ്ടാണ് അയക്കുന്നത്. ഇവിടെ 9 പ്രാവശ്യം സമൻസ്. ഞാൻ ചോദിക്കുന്നു, 2ാമത്തെയോ 3ാമത്തെയോ പ്രാവശ്യം 4ാമത്തെയോ പ്രാവശ്യം ഇദ്ദേഹം സമൻസ് ലംഘിക്കുമ്പോൾ കോടതിയിൽ ഹാജരാകാതെ വരുമ്പോൾ നിയമവാഴ്ചയിൽ നിന്ന് അദ്ദേഹം സ്വയം എന്താ പറഞ്ഞ വിമുക്തനാണെന്ന് പ്രഖ്യാപിക്കുകയാണല്ലോ. എന്തേ ആ ഘട്ടത്തിൽ ഇവർക്കൊരു നടപടി എടുക്കാൻ? ഇവിടെ പൊതുസമൂഹത്തിന്റെ മുമ്പിലുള്ള, നമ്മളിപ്പോ നിയമത്തെയൊക്കെ മാറ്റി നിർത്ത്, ഞാൻ പൊതുസമൂഹത്തിന്റെ പ്രതിനിധിയായിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെയും അതോടൊപ്പം തന്നെ ഈ മുന്നണിയെയും ഒക്കെ നയിക്കാനായിട്ട് മുന്നോട്ട് വരുന്ന ഒരാളെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത് വന്നതിന് ശേഷം ഇപ്പോൾ ഇത്ര അതിർത്തിയിൽ യുദ്ധമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, ഇത്ര അടിയന്തരമായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം. അപ്പോ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ? അതിൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് ഞങ്ങൾ കോൺഗ്രസ് എതിർക്കുന്നത്. സമാനമായി ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നു, അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഈ അരവിന്ദ് കെജ്രിവാൾ നടത്തിയതുപോലെയോ അല്ലെങ്കിൽ അതിലും എന്താ പറഞ്ഞ ഭയാനകമോ ഭീകരവുമായ അഴിമതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് തൃശ്ശൂർ പ്രസംഗിക്കാൻ വന്നപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? ഒരു ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നു. എനിക്കറിയാം ആരുടെ ഓഫീസിനെ കുറിച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഈ അഴിമതിയും കാര്യങ്ങളും അതും പോട്ടെ, ഏറ്റവും അടുത്ത കാലത്ത് നടന്ന കോഴ കേസും അതിന്റെ വിവാദം നമ്മൾ ഒരുപാട് വട്ടം ചർച്ച ചെയ്ത ഇപ്പൊ SFIOയിൽ എത്തി നിൽക്കുന്നു. അപ്പോ ഇവിടെയൊന്നും അറസ്റ്റ് വേണ്ടേ? അപ്പോ ഇത് ചിലരുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയും ചിലരുടെ കാര്യത്തിൽ ഈ ധൃതി പിടിച്ചുള്ള അറസ്റ്റും ഇതിന്റെ അകത്തൊക്കെ ഒരുപാട് രാഷ്ട്രീയമുണ്ട് രോഹിണി. ആ രാഷ്ട്രീയമാണ് കോൺഗ്രസ് പാർട്ടി നേതൃത്വം. ഞങ്ങൾ അതുകൊണ്ട് പറയുന്നു, ഇന്ന് കോൺഗ്രസിന്റെ നേതാവ് ബഹുമാന്യനായ മനു അഭിഷേക് സിംഗ്വി അദ്ദേഹമാണ് ഡൽഹിയിലെ കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായത്. അദ്ദേഹം 3.25 മണിക്കൂർ നേരം അദ്ദേഹത്തിന്റെ ദീർഘമായ വാദഗതികൾ അദ്ദേഹം നടത്തി. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. ഇവിടെ നടന്നിരിക്കുന്നത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയും ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ ജനാധിപത്യ മര്യാദകളുടെയും ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി, ഞങ്ങൾക്ക് രാഷ്ട്രീയമായി അരവിന്ദ് കെജ്രിവാളിനോട് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുള്ള, ഞാൻ 1 മിനിറ്റ് കൂടി പറഞ്ഞുകൊണ്ട്, ഈ അരവിന്ദ് കെജ്രിവാൾ, അണ്ണാ ഹസാരെ, പ്രശാന്ത് ഭൂഷൺ അവരോടൊക്കെ ചേർന്നുകൊണ്ട് കിരൺ ബേദി ഇവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഡൽഹിയിൽ നടത്തിയ നികൃഷ്ടമായ രാഷ്ട്രീയ നാടകം. ആ രാഷ്ട്രീയ നാടകത്തിലാണ് ഷീലാ ദീക്ഷിതിനെ പോലെ അത്ര ഗംഭീരമായി ഡൽഹിയിൽ ഭരണം നടത്തിയ, അതുപോലെ വികസന പ്രവർത്തനം നടത്തിയ ഒരാളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുവാനും കാരണക്കാരായ ആളുകൾ. അപ്പൊ ഇത് കാലത്തിന്റെ കാവ്യനീതിയുണ്ട്. പക്ഷെ അവിടുത്തെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ കോൺഗ്രസ് എതിർക്കുന്നു. ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ അറസ്റ്റ് അത് ഒട്ടും ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നുള്ളതാണ് 1ാം ഫേസിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. ശരി, ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, ഇവിടെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ഒരു സമ്മർദ്ദ രാഷ്ട്രീയ തന്ത്രം തന്നെയാണോ NDA സർക്കാർ പയറ്റുന്നത്? ആ ആരോപണത്തെ എങ്ങനെ കാണുന്നു? രോഹിണി, വസ്തുതകളുടെ സമർത്ഥമായ വളച്ചൊടിക്കലാണ് ഇപ്പോൾ പ്രതിപക്ഷത്തും ഇന്ത്യ മുന്നണിയിലും ഇരിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്നത് പോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ്. ഞാൻ ഇവരോട് ചോദിക്കുന്നത്, കോടതിക്ക് എന്ത് തെരഞ്ഞെടുപ്പാണ്? കോടതിയുടെ മുമ്പിൽ എന്ത് രാഷ്ട്രീയമാണ്? ഭാരതീയ ജനതാ പാർട്ടി ഒരു പ്രഖ്യാപിത നയമുണ്ട്. ഈ രാജ്യത്തെ പൊതുഖജനാവിലെ 1 നയാ പൈസ പോലും ഈ സർക്കാരോ ഈ സർക്കാരിന്റെ പ്രതിനിധികളോ കൊള്ളയടിക്കില്ല. അതോടൊപ്പം തന്നെ മറ്റൊരാളെയും, ഈ പൊതുഖജനാവിൽ കൈയിട്ട് ചക്കരക്കുടത്തിൽ നക്കിയ ഒരാളെയും വെറുതെ വിടില്ല എന്നുള്ളതും ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇനി ഇവിടെ പറഞ്ഞ ആരോപണം ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ കേസന്വേഷണത്തിന്റെ നാൾവഴികളിലേക്ക് നമ്മളൊന്ന് പോകണം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിൽ കൃത്യമായ മേൽനോട്ടവും നിയന്ത്രണവും വഹിച്ചിട്ടില്ലേ? നോക്കൂ, ഈ അന്വേഷണ ഏജൻസികൾ മുഴുവൻ പ്രവർത്തിക്കുന്നത് കോടതിയുടെ ഒരു തരത്തിലുള്ള നിരീക്ഷണത്തിലാണ് എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? നോക്കൂ, തൊട്ടു മുമ്പാണ് സുപ്രീം കോടതി EDയോട് ചോദിച്ചത്, എന്തുകൊണ്ടാണ് നിങ്ങൾ AAPയെ ഇതിൽ കക്ഷിയാക്കാത്തത്? സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണമായിരുന്നു അത്. എന്തുകൊണ്ട് നിങ്ങൾ ചേർക്കുന്നില്ല? നോക്കൂ, കെജ്രിവാളിന് ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിന് 2023 ഒക്ടോബറിൽ തന്നെ സമൻസ് കിട്ടി. ആ സമയം അദ്ദേഹം ഹാജരായില്ല. തനിക്ക് ഇതിനകത്തേക്ക് എന്തൊക്കെ അധികാരമുണ്ട് എന്ന് പറയുക മാത്രമല്ല,
അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് സെഷൻസ് കോടതിയെ സമീപിച്ചു. എന്താണ് സെഷൻസ് കോടതിയുടെ നിരീക്ഷണം ഉണ്ടായത്? അറസ്റ്റ് പാടില്ല എന്ന അദ്ദേഹത്തിന്റെ ആവശ്യത്തോട് കോടതി ചോദിച്ചു, 9 തവണ നിങ്ങൾക്ക് സമൻസ് കിട്ടിയിട്ടില്ലേ, എനിക്ക് അന്വേഷണത്തിന് ഹാജരാവാൻ പറ്റുന്ന കോടതിയാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ചെന്ന് താങ്കൾക്ക് താങ്കളുടെ വാദമുഖങ്ങൾ നിരത്താൻ കഴിയാത്തത്? ക്ഷമിക്കണം, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഹാജരാവാൻ പറ്റില്ല? ഈ ചോദ്യത്തിനും അദ്ദേഹത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല. വീണ്ടും നമ്മൾ അറിയുന്നു എന്തുകൊണ്ട് ഹാജരായാൽ അറസ്റ്റ് ചെയ്യരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് എന്താണ്? അങ്ങനെ ഒരു ഉറപ്പും ഉത്തരവൊന്നും ഇടാൻ ഈ കോടതിക്ക് കഴിയില്ല. ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് 80 തവണ ഒരാൾക്ക് സമൻസ് നൽകുകയും തന്റെ അധികാരത്തിന്റെ പുകമറയിൽ ഞാനിതാ രക്ഷപ്പെടും എന്ന വ്യാജേന അദ്ദേഹം നടത്തിയ കുടിലമായ ഇടപെടലുകൾക്ക് നമ്മൾ കോടതിയെ കുറ്റം പറയുന്നത് എന്താണ്? ഇപ്പൊ കോൺഗ്രസിന്റെ മലക്കമറിച്ചിൽ എന്തുകൊണ്ടാണ്? നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച അഭിഭാഷകൻ കൂടിയായ രാംകുമാർ സാറ് തീയതി ഇട്ടുകൊണ്ട് ചോദിച്ചു, 2022 ജൂൺ 3 ഡൽഹി PCC അധ്യക്ഷൻ അനിൽകുമാർ ഡൽഹി പോലീസ് കമ്മീഷണർ കൊടുത്ത പരാതിയിൽ എന്താ പറയുന്നത്? മൾട്ടി ക്രോർ സ്കാം ആൻഡ് ഇല്ലീഗൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലിക്വർ ലൈസൻസസ്. വളരെ കൃത്യമായിട്ട് അക്കമിട്ട് ഡൽഹി PCC അധ്യക്ഷൻ ഇതിന്റെ വ്യാപ്തിയെക്കുറിച്ച്, അഴിമതിയുടെ പരമ്പരയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഞാനിവിടെ സെബാസ്റ്റ്യൻ പോളിനെ പോലെ ഈ കാര്യത്തിൽ ഉന്നതമായ ബോധ്യമുള്ളവരോട് ചോദിക്കുന്നത്, കോടതിയുടെ മുമ്പിൽ എന്ത് രാഷ്ട്രീയമാണ് സർ? കോടതിക്ക് എന്ത് തെരഞ്ഞെടുപ്പാണ്? കോടതിക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒറ്റ നോട്ടമേ ഉള്ളൂ, ഇതിൽ ലീഗാലിറ്റി ഉണ്ടോ, നിയമപരമായി പ്രവർത്തനങ്ങൾ ഉണ്ടോ? അതില്ലെന്ന് ബോധ്യപ്പെടുന്നു. മാത്രമല്ല, നമുക്കറിയാം 1.5 വർഷക്കാലം അന്വേഷിച്ചു. ഈ കേസിനകത്തുള്ളത് ചില്ലറക്കാരല്ല. ചില വസ്തുതകൾ നമ്മുടെ മുമ്പിലില്ലേ? സേനാപതി വേണുവും എന്റെ സെബാസ്റ്റ്യൻ പോൾ സാറും വിസ്മരിച്ചു പോകുന്നത് നോക്കൂ. ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും സഞ്ജയ് സിംഗിനെയും അന്വേഷണ ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്തു, കോടതിയിൽ ഹാജരാക്കി. 8 തവണയാണ് മനീഷ് സിസോദിയ ജാമ്യത്തിനു വേണ്ടി കോടതിയെ സമീപിക്കുന്നത്. എന്തേ നമ്മൾ വിസ്മരിക്കുന്നു? അല്പമെങ്കിലും നിയമപരമായിട്ട് അവർക്ക് തെറ്റുകാരല്ലെങ്കിൽ കോടതി മനീഷ് സിസോദിയയ്ക്കും ഈ പറയുന്ന സഞ്ജയ് സിംഗിനും അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ കോടതി തയ്യാറാവുമായിരുന്നില്ലേ? ഇത്ര ദീർഘകാലം ഇത്ര പ്രഗത്ഭരായ 2 പേരെ ജാമ്യം പോലും നൽകാതെ കോടതി കസ്റ്റഡിയിൽ വെക്കുകയും ജയിലടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പലരും പറയുന്നതിനപ്പുറത്തേക്ക് രാജ്യത്തിന്റെ പൊതുഖജനാവ് കൊള്ളയടിക്കുന്ന കാട്ടുകള്ളന്മാരെ തുരത്താൻ നമുക്കൊക്കെ ബാധ്യതയില്ല. ഇതൊക്കെയല്ലേ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്? മാത്രമല്ല, സാമൂഹ്യ പ്രവർത്തകൻ, മുഖ്യമന്ത്രി, വിവരാവകാശ പ്രവർത്തകൻ എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ മുഖംമൂടിയാണ് എന്ന് ജനം തിരിച്ചറിയുന്നു. നോക്കൂ, ഈ കേസ് അന്വേഷണം 1.5 വർഷക്കാലം. ഇത് സാധാരണ അന്വേഷണം പോലെയല്ല കോടതി മുമ്പോട്ട് പോയത്. ബോട്ടം ടു ടോപ്പാണ്, ടോപ്പ് ടു ബോട്ടം അല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 1000-ഓളം റെയ്ഡുകൾ, കൂടെ പങ്കുപറ്റിയവരുടെ മൊഴികൾ, ഡിജിറ്റൽ തെളിവുകൾ. എനിക്ക് തോന്നുന്നില്ല കോടതിക്ക് ഇതിനെ നിരാകരിക്കാൻ കഴിയുമെന്ന്. ഇത്ര പച്ചയായി ഒരു സംസ്ഥാനത്തിന്റെ പൊതുഖജനാവ് കൊള്ള ചെയ്യുകയും അവസാനം അത് പിടിക്കപ്പെടുമെന്ന വന്നപ്പോൾ വിവാദമായ മദ്യനയം പിൻവലിച്ച് ഓടുകയും ചെയ്തതിന്റെ പശ്ചാത്തലം എന്താണ്? കുറ്റമറ്റതായിരുന്നു മദ്യനയമെങ്കിൽ, ഡൽഹിയിലെ സാധാരണക്കാരന് നികുതി നഷ്ടം ഉണ്ടായിട്ടില്ലെങ്കിൽ, വരുമാന നഷ്ടം ഇല്ലായിരുന്നുവെങ്കിൽ എന്തിനീ ഈ നിയമം പിൻവലിക്കേണ്ടി വന്നു? കോൺഗ്രസ് എന്തിന് 2022 പരാതി പിൻവലിക്കാൻ ഇന്ന് സഹായിക്കേണ്ടി വരുന്നു? അപ്പൊ ഇതൊക്കെയാണ് ഇരട്ടത്താപ്പെന്നും രാഷ്ട്രീയമെന്നും പറയുന്നത്. ഇവിടെ നമ്മുടെ മുമ്പിൽ ഒന്നേ ഉള്ളൂ. നോക്കൂ, സിസോദിയയെ ഇത്രയും കാലമായി ജയിലിട്ടിരിക്കുന്നു. അന്ന് തന്നെ കെജ്രിവാളിന് പോകാമായിരുന്നു. തിരിച്ചൊരു ചോദ്യം കൂടെ, അഥവാ ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ സേനാപതി വേണുവും പോൾ സാറും വന്ന് എന്തായിരുന്നു പറയുക? BJP ഭയപ്പെട്ടുകൊണ്ട് പിന്മാറുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആരോപണം ഇടയില്ലായിരുന്നുവോ? അതുകൊണ്ട് ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇത് ചില്ലറ കാര്യമല്ല. മാത്രമല്ല, ഇദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പരാതികൾ ഇനിയുമുണ്ട്. ഞങ്ങൾ ഒരു കാര്യം ഉറക്കെ പറയുന്നു, പൊതുസേവകന്മാരാണ് പൊതുപ്രവർത്തകന്മാർ. രാഷ്ട്രീയം എന്ന് പറയുന്നത് രാജ്യത്തെ സേവിക്കാനുള്ള അവസരമാണ്. അത് വിസ്മരിച്ചുകൊണ്ട്, അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ നികുതിപ്പണം കൊള്ള ചെയ്യുകയും രാജ്യത്തുണ്ടായിരുന്ന നിയമ സംവിധാനങ്ങൾ ചില ആളുകൾക്ക് ചോർത്തിക്കൊടുക്കുകയും ചെയ്യുമ്പോൾ ഒന്നുകൂടി നോക്കുന്നു, തെലങ്കാനയിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കവിത എത്ര മാസമായി ജയിലിൽ കിടക്കുന്നു? സ്വാധീനമില്ലാഞ്ഞിട്ടാണോ? അവർക്ക് നിയമസഭാപരമായ പിന്തുണ നൽകാനുള്ള
ലക്ഷക്കണക്കിന് ചെലവഴിച്ച വക്കീലന്മാരില്ലാഞ്ഞിട്ടാണോ? കോടതിക്ക് ബോധ്യപ്പെടുമായിരുന്നുവെങ്കിൽ അവരെയും പുറത്തു വിടുമായിരുന്നില്ലേ? അതുകൊണ്ട് ഇത് കാര്യം നിസ്സാരമല്ല. രാജ്യത്തിന്റെ പൊതു ഖജനാവ് കൊള്ള ചെയ്യുന്ന ഈ തരത്തിലുള്ള നിഷ്ഠൂരമായ പാതകങ്ങളോട് നമ്മുടെ കോടതികൾക്ക് ഒരിക്കലും കണ്ണടയ്ക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയല്ലേ സൂചനകൾ? ഇവിടെ പുറംകാതിലൂടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പലരും അസ്വസ്ഥരാകും. ചിലർ നിലപാടുകൾ തിരുത്തേണ്ടി വരും. അതല്ലേ രാഷ്ട്രീയം? കോടതി കളിക്കുന്നതല്ല രാഷ്ട്രീയം. പരാതി കൊടുത്തവർ പരാതിക്കെതിരായി ഇന്ന് സംസാരിക്കുകയും കോൺഗ്രസിന്റെ കോടികൾ വിലമതിക്കുന്ന അഭിഷേക് സിംഗ്വിയെ പോലെ ഒരാൾ ഹാജരായി പടപൊരുതുകയും ചെയ്തിട്ട് പോലും നിരാശയാണ് നടക്കുന്നതെങ്കിൽ ഈ അന്വേഷണത്തിന്റെയും ഈ ക്രൈമിന്റെയും വ്യാപ്തിയും നിയമപരമായിട്ടുള്ള അതിന്റെ നിലനിൽപ്പും ഈ ഇത്തരം ആളുകൾ പൊതുരംഗത്ത് നിന്നും നിഷ്കാസനം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് നീതിന്യായ വ്യവസ്ഥയും പൊതുപ്രവർത്തകന്മാരും ഭാരതീയ സമൂഹവും കാക്ഷിക്കുന്നത് എന്നതിന്റെ ഇതിൽ പരം തെളിവുകൾ എന്താണ് നമുക്ക് വേണ്ടത് രോഹിണി? അതെ അതെ, താങ്കളിലേക്ക് എത്താം. ശ്രീ രാംകുമാർ, അഴിമതിക്കെതിരെ ചൂലുമായി തങ്ങൾ ഇതാ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതായിരുന്നല്ലോ ആം ആദ്മി പാർട്ടിയുടെ ആപ്തവാക്യം. പക്ഷേ ഇപ്പോൾ അഴിമതിയിൽ ഇങ്ങനെ കുടുങ്ങുകയാണ്. കോടികളുടെ ഹവാല പണം, 100 കോടിയുടെ മദ്യനയ അഴിമതിയിൽ നിന്ന് തുടങ്ങി നിരവധി ഹവാല പണം ഇടപാടുകൾ, ഏകദേശം 600 കോടിയുടെ രൂപയോളം ഇടപാടുകൾ നടന്നു എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. അത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ഗോവ, പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം അവർ അത് വിനിയോഗിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല പഞ്ചാബിൽ ഖലിസ്ഥാൻവാദികളുടെ സഹായം കൂടി തേടുകയുണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ആദ്യം മുതൽക്കേ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും വിധ്വംസക ശക്തികളോട് കൂട്ടുപിടിക്കുക, രാജ്യത്തിന് ഉതകുന്ന രീതിയിലല്ലാത്ത നയങ്ങളിലൂടെ തങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള നിലപാടിലേക്ക് ആം ആദ്മി എത്തി നിൽക്കുമ്പോൾ ഏറ്റവും ഒടുവിലായി ഇനിയിപ്പോൾ ജാമ്യം ലഭിച്ചാലും അതല്ല കസ്റ്റഡിയിൽ പോയാലും അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? മനസാക്ഷി എന്നുള്ളത് കെജ്രിവാളിനെ സംബന്ധിച്ച് തുടർന്നുണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇവിടെ വളരെ വിചിത്രമായ കാര്യങ്ങളാണ് നടക്കുന്നത്. ഇന്ന് ശ്രീ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇന്നലത്തെ അറസ്റ്റിന് ശേഷം കോൺഗ്രസിൻ്റെ പ്രമുഖ പഞ്ചാബ് നേതാക്കന്മാർ 5 പേരെങ്കിലും ആം ആദ്മി പാർട്ടി പഞ്ചാബിനെ അഴിമതി കൊണ്ട് കൊള്ളയടിക്കുകയാണ് എന്ന് ഇംഗ്ലീഷ് ചാനലുകൾ മുഴുവൻ പ്രസാദനം ചെയ്തിട്ടുണ്ട്. ജയ്ഹിന്ദ് ടി വിയിൽ ഒരു പക്ഷേ വന്നു കാണില്ല, എൻ്റെ സുഹൃത്ത് കണ്ടു കാണില്ല. അങ്ങനെ പഞ്ചാബിലെ നേതാക്കന്മാർ മുഴുവൻ അഴിമതിയുടെ കൂത്തരങ്ങ് അല്ലെങ്കിൽ അതിൻ്റെ ഉപജ്ഞാതാക്കൾ എന്ന് വിളിക്കുന്നൊരു നേതാവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയമാണെന്ന് പറയാൻ അസാമാന്യ തൊലിക്കെട്ടി വേണം. ഇതേ വാദഗതിയാണ് ചിദംബരത്തിന് അറസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ നാട്ടുകാരിയായ ജസ്റ്റിസ് ഭാനുമതിയാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞത്. തിഹാർ ജയിലിൽ എത്ര കാലം അദ്ദേഹം കിടന്നു? സിസോദിയ, അരവിന്ദ് കെജ്രിവാളിൻ്റെ വലം കൈ അറിയപ്പെടുന്ന സിസോദിയ ഈ കേസിൽ എത്ര കാലം കിടന്നു? ഇത് സർക്കാരാണോ, കോടതികളാണോ, അന്വേഷണ ഏജൻസികളാണോ? പോട്ടെ, ലാലു പ്രസാദ് യാദവ് അഴിമതിക്ക് എത്ര കാലം ജയിലിൽ കിടന്നു? ജാർഖണ്ഡിലെ സോറൻ അറസ്റ്റ് ചെയ്ത് കോടതി ജാമ്യം കൊടുത്തു. ഇതെല്ലാം കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ഉപകരണത്തിന് ഉപയോഗിക്കുകയാണ് എന്ന വാദമുനയുടെ കൊമ്പൊടിക്കുന്ന രീതിയിലുള്ള സംഭവവികാസങ്ങളല്ലേ? ബംഗാളിൽ ടീച്ചർ അപ്പോയിൻമെൻറ്റിൽ പ്രമുഖ TMC നേതാവിനെ അറസ്റ്റ് ചെയ്ത് കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തില്ലല്ലോ. അപ്പോൾ ഈ കോടതികളൊക്കെ പണ്ട് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥക്കാലത്ത് നിയന്ത്രിച്ചത് പോലെ ഹൈക്കോടതി ജഡ്ജിമാരെയും സുപ്രീം കോടതി ജഡ്ജിമാരെയും നിയന്ത്രിക്കുന്നു എന്നാണോ നമ്മുടെ മരണശ്വാസത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാരുടെ നിലപാട്? വാസ്തവത്തിൽ ആ മഹത്തായ പ്രസ്ഥാനത്തിനുണ്ടായ അധോഗതി ആലോചിക്കുമ്പോൾ കൂടുതൽ ദുഃഖം തോന്നുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ആവേശവും ആഗ്രഹവും ആത്മാവുമായിരുന്നൊരു പ്രസ്ഥാനം ഇന്ന് മരണശൈലിയിൽ കിടക്കുകയാണ്. അതുകൊണ്ട് പിച്ചും പേയും പറയാണ് എന്ന നില ജനങ്ങൾ കാണുകയാണ്. പഞ്ചാബിലൊരു നയം, കേരളത്തിലൊരു നയം, തൊട്ടടുക്കിടക്കുന്ന ഡൽഹിയിലൊരു നയം. ഇതൊക്കെ കാണിക്കുന്നത് ഒരു ലക്ഷ്യബോധവുമില്ലാത്ത, ഒരച്ചടക്കവുമില്ലാത്ത, ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തന ശൈലിയില്ലാത്തൊരു പ്രസ്ഥാനമായി അതപ്പറ്റിരിക്കും. അദ്ദേഹത്തിൻ്റെ നേതാവിനോടുള്ള വിധേയത്വം എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
ആ വിധേയത്വം ഒന്ന് മാത്രമാണ് ഇന്ന് ആ പാർട്ടിയിലെ അംഗങ്ങൾക്കുള്ളത്. മറ്റെല്ലാം പോയിരിക്കുന്നു. ആദർശങ്ങളില്ല, പ്രവർത്തനങ്ങളില്ല, ലക്ഷ്യബോധമില്ല, രാജ്യസ്നേഹമില്ല. ഇപ്പൊ നേതാവിനോടും കുടുംബത്തിനോടുള്ള വിധേയത്വം മാത്രമുള്ള ഒരു പാർട്ടിയായി അധപ്പതിച്ചിരിക്കുകയാണ്. എൻ്റെ സുഹൃത്ത് അത് തുറന്ന് പറഞ്ഞതിന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അദ്ദേഹത്തിനോട് നന്ദിയുണ്ട്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട് വെറുപ്പല്ല, സഹതാപമാണ് തോന്നുന്നത്. ഇത്രയും മഹത്തായ ഒരു പ്രസ്ഥാനത്തിന് ഈ ഗതിയിൽ എത്തിക്കാൻ ഒരു കുടുംബത്തിന് കഴിഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ വാസ്തവത്തിൽ അങ്ങേയറ്റത്തെ ദുഃഖമുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങൾക്കാണ് നഷ്ടം. പക്ഷേ എന്ന് വെച്ച് രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് ഉത്തർപ്രദേശിലും ബീഹാറിലുമൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാവാറുണ്ട്. തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ വെടിവെച്ച് കൊല്ലുന്ന സംഭവങ്ങളുണ്ടാവും. പോലീസ് തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞ് കേസ് ചെയ്യാൻ പാടില്ല എന്നാണോ നമ്മുടെ സുഹൃത്തുക്കളുടെ വാദം? എൻ്റെ സുഹൃത്ത് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു കേട്ട് വാസ്തവത്തിൽ എനിക്ക് അത്ഭുതം തോന്നി. തെരഞ്ഞെടുപ്പും ക്രിമിനൽ കുറ്റവുമായി ബന്ധമില്ല. ക്രിമിനൽ കുറ്റം സമൂഹത്തിനെതിരായ ഒരു നടപടിയാണ്. അതിന് സമയവും മുഹൂർത്തവും നോക്കേണ്ട കാര്യമില്ല. കുറ്റം ചെയ്താൽ കുറ്റാന്വേഷകർ രംഗത്ത് വരും. കുറ്റം ചെയ്തുള്ള ആളുകൾക്ക് നിയമത്തിനെതിരായിട്ട് പ്രവർത്തിക്കേണ്ടി വരും. അത് രാഷ്ട്രീയ പ്രവർത്തകരാണോ അല്ലാത്തവരാണോ നോക്കേണ്ട ബാധ്യമില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്താ പറഞ്ഞ്? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് യുക്തം പോലെ പ്രവർത്തിക്കാം, അവിടെ രാഷ്ട്രീയ പ്രവർത്തകരാണോ നോക്കേണ്ടതില്ല എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞാണ്. അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഭീകരമായ അഴിമതി വെളിച്ചത്ത് വന്നാലും അറസ്റ്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ നീക്കി വെക്കണമെന്ന് അഭിഭാഷകരായ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ പറയുന്നത് കേട്ട് വാസ്തവത്തിൽ എനിക്ക് അങ്ങേയറ്റം ദുഃഖം തോന്നി. കാരണം തെരഞ്ഞെടുപ്പും എൻ്റെ നമ്മുടെ BJP പ്രവർത്തകൻ പറഞ്ഞത് ശരിയാണ്. ക്രിമിനൽ കുറ്റത്തിന് സമയമുണ്ടോ സർ? ക്രിമിനൽ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഏതെങ്കിലും സമയപരിധി വെച്ചിട്ടുണ്ടോ? അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ക്രമസമാധാനമില്ല, പരിപൂർണമായും തകരാറിലാവും. പോട്ടെ, പലപ്പോഴും ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഇത് ഞാൻ എൻ്റെ ചരിത്രത്തേക്ക് പോകുന്നില്ല. കാരണം എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ രാഷ്ട്രീയമായ വിഷയങ്ങളെ ഞാനൊരു നിരീക്ഷകനാണ്. പക്ഷേ ഒരഭിപ്രായം പറയാനുള്ള യോഗ്യത എനിക്കുണ്ട്. ആ ചരിത്രം ഞാൻ പറയുന്നത് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ടല്ലോ, അവർ പറഞ്ഞോളും. അപ്പം ചുരുക്കത്തിൽ ഒരു ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി അനുവദനീയമില്ലാത്ത അഴിമതി പ്രവൃത്തിയിൽ അദ്ദേഹം അഴിമതി തന്നെ തുടച്ചു മാറ്റും എന്ന വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്നൊരു വ്യക്തി അഴിമതിയിൽ വ്യക്തമായ തെളിവുകളോടെ കുറ്റം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ ആ സ്ഥാനത്ത് തുടരാൻ പറ്റും? തമിഴ്നാട്ടിൽ സെന്തിൽ ബാലാജി അറസ്റ്റ് ചെയ്ത് ജയിലിലായി. അദ്ദേഹത്തിന് തുടരാൻ പറ്റില്ല എന്ന് മദ്രാസ് ഹൈക്കോർട്ട് പറഞ്ഞല്ലോ. ആ തത്വം അരവിന്ദ് കേജ്രിവാളിന് ബാധകമല്ലേ? അപ്പം തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്തു എന്ന് പറയുന്നത് പഞ്ചാബ് കോൺഗ്രസ്സുകാർ പോലും അംഗീകരിക്കുന്നില്ല. കേരളത്തിലെ കോൺഗ്രസ്സുകാരും മറ്റ് കോൺഗ്രസ്സുകാരും അത് അംഗീകരിച്ച് കാണുമ്പോൾ അതിൻ്റെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ സാധാരണ ഈ രാജ്യത്തൊരു വോട്ടർ എന്ന നിലയിൽ എനിക്കുള്ള അവകാശം ഞാൻ വിനിയോഗിക്കുകയാണ്. അതെ അതെ ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ശ്രീ രാംകുമാർ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ക്രിമിനൽ കുറ്റത്തിന് എന്ത് തെരഞ്ഞെടുപ്പ് എന്നാണ് ചോദിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് കൃത്യമായി നേരത്തെ തന്നെ ED സമൻസുകൾ അയച്ചിരുന്നു, അതിലൊന്നും വന്നില്ല. ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു എന്നുള്ളത് സ്വാഭാവികമായ ഒരു പ്രക്രിയ. അതുപോലെ സ്വാഭാവികമായ മറ്റൊരു പ്രക്രിയയല്ലേ കോടതി നടപടികൾ എന്നുള്ളത്. അന്വേഷണവുമായി മുന്നോട്ട് പോയല്ലേ മതിയാകുകയുള്ളൂ. ഇവിടെ പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു മുഖ്യ കക്ഷി എന്നുള്ള നിലയിൽ ന്യായീകരിക്കാൻ വേണ്ടി മാത്രം ആം ആദ്മി പാർട്ടിയെ ചുമക്കുകയാണ് മറ്റ് ഇന്ത്യ മുന്നണിയുടെ മറ്റ് കക്ഷികൾ എന്ന് പറയേണ്ടി വരുമോ? നല്ല ക്രമസമാധാന പ്രശ്നമാണെങ്കിൽ അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റം ആണെങ്കിൽ അതിന് നേരവും കാലവും സമയവും നോക്കേണ്ട കാര്യമില്ല. അത് ഉടനടി നടപടി ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇവിടെ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു പരാതിയാണ്, പരിഗണനയിലും പരിശോധനയിലും ഇരിക്കുന്ന ഒരു കാര്യമാണ്. ED തന്നെ 9 സമൻസ് അയച്ചു, അദ്ദേഹം ആ സമൻസ് ഒന്നും വകവച്ചില്ല. അപ്പോൾ അങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ED എന്ന് പറയുന്നത് ഇപ്പോൾ ജയേന്ദ്രൻ മാസ്റ്റർ അത് കോടതിയാണ് എന്ന മട്ടിൽ സംസാരിക്കുന്നത് കേട്ടു.
ED എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള അന്വേഷണ ഏജൻസി മാത്രമാണ്. അവർക്ക് അറസ്റ്റ് ചെയ്യുന്നതിന് മറ്റു കാര്യങ്ങൾക്ക് വല്ല അധികാരം നിയമം നൽകിയിട്ടുണ്ട് എന്ന് മാത്രമാണ്. പക്ഷേ ആ അധികാരം വിനിയോഗിക്കുന്നത് കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമായിട്ടാണ്. അതുകൊണ്ടാണല്ലോ അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ കോടതിയിൽ അവർക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു നടപടി എപ്പോൾ എടുക്കണം, അതിന് സമയമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ആ ചോദ്യം ശരിയാണ്. അതിന് സമയമൊന്നുമില്ല, ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കേണ്ട കാര്യമില്ല. പക്ഷെ എൻ്റെ ഒരു വിഷയം ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം, അത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയെ എതിർക്കുന്ന ഒരു മുന്നണി, ആ മുന്നണിയിലൊരു പ്രധാനപ്പെട്ട പാർട്ടി, ആ പാർട്ടിയുടെ നേതാവ് അദ്ദേഹം മുഖ്യമന്ത്രി കൂടിയാണ്. അദ്ദേഹത്തെ ഈ സമയത്ത് അറസ്റ്റ് ചെയ്തത് അത് കേവലം സാങ്കേതികമായ കാര്യം മാത്രമാണ്, എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ED എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ ഏജൻസി മാത്രമാണ്. അതൊക്കെ യാഥാർത്ഥ്യമാണത്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ മറന്നു കളഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു അറസ്റ്റ് ഇപ്പോൾ നടക്കുമ്പോൾ അത് രാജ്യത്തിനകത്തുണ്ടാക്കുന്ന ഒരു സംഭ്രമം, ഒരു ഞെട്ടൽ ആക്കിക്കൊണ്ടല്ലോ ജനങ്ങൾക്കിടയിൽ. രാജ്യത്തിന് പുറത്തും അത് സംഭവിക്കും. ഞാൻ അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ ജയിലിലായതുപോലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇതാ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരിക്കുന്നു. ഇനിയും ആരെങ്കിലുമൊക്കെ നോട്ടപ്പുള്ളികളായി ഉണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ആ ഭയത്തിൻ്റെ അന്തരീക്ഷത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ളതല്ല തെരഞ്ഞെടുപ്പ്. അവിടെ കുറെ കൂടി സ്വതന്ത്രമായി, നിഷ്പക്ഷമായി, നിർഭയം ജനങ്ങൾക്ക് പ്രവർത്തിക്കുന്നതിനും വോട്ട് ചെയ്യുന്നതിനും കഴിയുന്ന അവസ്ഥ ഉണ്ടാകണമായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ആദ്യം പറഞ്ഞത്, ഞാൻ അരവിന്ദ് കെജ്രിവാളിനെയോ അദ്ദേഹത്തിൻ്റെ അഴിമതിയെയോ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഇത് ഒരു അവസരമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ മുന്നണിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന, അവർക്ക് ഒരു ആഘാതമേൽപ്പിക്കുന്ന നടപടി കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണ ഏജൻസി ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന ഒരു നിലപാട് മാത്രമാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്.